ഒരു അവാർഡ് ഉണ്ടാക്കിയ പൊല്ലാപ്പിന്റെ കഥ കേട്ടിട്ടുണ്ടോ? അവാർഡ് പുലിവാലും പൊല്ലാപ്പുമാണോ നല്ലതല്ലേ എന്നൊക്കെയല്ലേ ചോദിക്കാൻ വരുന്നത്. സംഗതി അവാർഡ് എന്നത് ഒരു അംഗീകാരവും അഭിമാനവും പൊൻകിരീടവും ഒക്കെയാണെങ്കിലും ഇപ്പോൾ ഈ അവാർഡ് ഒരു മുൾക്കിരീടമാണ്. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രന് UK നിന്ന് ലഭിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡിനെ കുറിച്ചാണ്. UK പാർലമെന്റിൽ നിന്ന് അവാർഡ് വാങ്ങി എന്ന് പറഞ്ഞ് ആര്യ രാജേന്ദ്രൻ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പോസ്റ്റും അവാർഡ് വിവരങ്ങളുമാണ് ഇപ്പോൾ വിവാദങ്ങൾക്കും ട്രോളുകൾക്കും പരിഹാസ ശരങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത്. അഭിനന്ദന പ്രവാഹങ്ങൾ പ്രതീക്ഷിച്ച് പങ്കുവച്ച പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് മിനിറ്റുകൾക്കകം പ്രവഹിച്ചത് അഭിനന്ദനമായിരുന്നില്ല, മറിച്ച് പരിഹാസ ശരങ്ങളായിരുന്നു. വാടക ഹാളിൽ ചെന്ന് തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങിയെന്നാണ് നെറ്റിസൻസിന്റെ പരിഹാസം. ഇനി എന്തായിരുന്നു ആ അവാർഡ് വാർത്ത? തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് UK പാർലമെന്റിൽ വെച്ച് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചു എന്നായിരുന്നു വാർത്തയും മേയറുടെ പോസ്റ്റും. തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയെന്നും പുരസ്കാരം ജനങ്ങൾക്കും പ്രസ്ഥാനത്തിനുമായി സമർപ്പിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ ആര്യ രാജേന്ദ്രൻ കുറിച്ചിരുന്നു. കുറിപ്പിന് മറുപടിയും കമന്റുമായി CPM നേതാക്കളും മന്ത്രിമാരും പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. മേയറെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി കുറിപ്പുകൾ പോസ്റ്റ് ചെയ്യപ്പെടുകയും ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. അഭിനന്ദനത്തിന്റെ നെറുകയിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ താഴേക്ക് വീണത് നിമിഷങ്ങൾ കൊണ്ടായിരുന്നു. പണം കൊടുത്തു വാങ്ങിയ അവാർഡെന്നും വാടക ഹാളിൽ നിന്ന് വാങ്ങിയ അവാർഡെന്നും പറഞ്ഞ് വിമർശനങ്ങളും പരിഹാസങ്ങളും എത്തിയതോടെ മേയറുടെ അവാർഡ് നേട്ടം വിവാദത്തിലേക്ക് കൂപ്പുകുത്തി. ഇനി എവിടെയായിരുന്നു ഈ വിവാദങ്ങളുടെ തുടക്കമെന്ന് നോക്കാം. ലണ്ടനിൽ അവാർഡ് വാങ്ങാനുള്ള ആര്യയുടെ യാത്ര നഗരസഭയുടെ ചിലവിലായതും തട്ടിക്കൂട്ട് അവാർഡ് പണം കൊടുത്തു വാങ്ങി എന്നു പറഞ്ഞാണ് ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രയ്ക്ക് സർക്കാർ അനുമതിയും നൽകി. നഗരസഭയുടെ ഫണ്ട് ചിലവഴിക്കാൻ അനുവദിച്ച് സർക്കാർ ഉത്തരവും ഇറങ്ങി. പക്ഷേ അവാർഡ് വാങ്ങിയത് സർക്കാർ ഉത്തരവിൽ പറയുന്നത് പോലെ UK പാർലമെന്റിൽ അല്ല എന്നും UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിലെ ഹാളിലാണ് ഈ ചടങ്ങ് നടന്നത് എന്നും ഈ ഹാൾ സംഘടനകൾക്കും വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് എന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നു. ഇതോടെ ആര്യയുടെ അവാർഡ് വിവാദത്തിനൊപ്പം പരിഹാസത്തിനു കൂടി വഴിമാറി. അവാർഡ് വാങ്ങിയ ഹാളിനൊപ്പം സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ CPM എന്ന പേരും പരിഹാസത്തിന് പാത്രമായി. ആരെങ്കിലും മേയർക്ക് കൊടുക്കുന്ന അവാർഡിൽ പാർട്ടിയുടെ പേരെഴുതുമോ എന്നതായിരുന്നു ചോദ്യം. അവാർഡ് തട്ടിക്കൂട്ടും പണം കൊടുത്ത് വാങ്ങിയതും ആണെന്നതിന് ഇത് തന്നെ തെളിവാണ് എന്ന് വിമർശകരും വാദിച്ചു. അധികം വൈകാതെ അവാർഡ് നൽകിയ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരാൻ തുടങ്ങി. മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നും ഇവർക്ക് BJP ബന്ധമുണ്ട് എന്നും വരെ ആരോപണമുയർന്നിട്ടുണ്ട്. സന്തോഷ് ശുക്ല എന്ന വ്യക്തിയാണ് CEO എന്നും ഇന്ത്യൻ സംഘടന UK നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിൽ യാത്ര നടത്തിയത് എന്തിന് എന്നുമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആരാണ് ആര്യയ്ക്ക് അവാർഡ് പണം കൊടുത്ത് വാങ്ങിക്കൊടുത്തത് എന്നിവരെ എത്തിയിട്ടുണ്ട് വിമർശനങ്ങളും വിവാദങ്ങളും. മുൻപ് രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഉൾപ്പെടെ പലരും ഈ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അവാർഡ് മുൾക്കിരീടം തലയിൽ നിന്ന് എടുത്തു വെക്കാൻ ആര്യ കുറെ വിയർക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്.